അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വാൾട്ടറിന്റെ പഠനകാലത്തെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമായിരുന്ന ഏലിയറ്റിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ് വാൾട്ടറും ഭാര്യ സ്കൈലറും. ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വാൾട്ടറിന് ഒട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും വാൾട്ടറിന്റെ നിലവിലെ മാനസികാവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ആവശ്യമാണെന്ന് പറയുന്ന സ്കൈലർ അവനെ അതിന് നിർബന്ധിക്കുകയായിരുന്നു. അങ്ങനെ ഏലിയറ്റിന്റെ വീട്ടിലെത്തിയ വാൾട്ടറിനെയും സ്കൈലറിനെയും ഏലിയറ്റും ഭാര്യ ഗ്രച്ചനും ചേർന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് വാൾട്ടർ വൈറ്റും ഏലിയറ്റ് ഷോർട്സും യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിരുന്ന കാലം. കെമിസ്ട്രിയിൽ അതിബുദ്ധിമാന്മാരായിരുന്ന അവർ രണ്ടുപേരും ചേർന്ന് തങ്ങളുടെ ബുദ്ധിയും ഗവേഷണങ്ങളും ഉപയോഗിച്ച് പുതിയൊരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. ഏലിയറ്റിന്റെ പേരിലെ ഷോർട്സ് എന്ന വാക്കിന് ജർമ്മൻ ഭാഷയിൽ കറുപ്പ് എന്നാണ് അർത്ഥം. വാൾട്ടറിന്റെ പേരിലെ വൈറ്റ് എന്നതിനർത്ഥം വെളുപ്പും. കറുപ്പും വെളുപ്പും ചേർന്നാൽ ഉണ്ടാകുന്ന നിറമായ ചാരനിറം അഥവാ ഗ്രേ എന്ന പേര് അവർ കമ്പനിക്ക് നൽകി. അങ്ങനെ ഗ്രേ മാറ്റർ ടെക്നോളജീസ് എന്ന കമ്പനി അവർ തുടങ്ങി. ഈ കമ്പനിയുടെ പ്രധാന ബുദ്ധികേന്ദ്രം വാൾട്ടർ തന്നെയായിരുന്നു. ആ സമയത്ത് അവരുടെ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന ഗ്രച്ചനും വാൾട്ടറും തമ്മിൽ പ്രണയത്തിലായി. അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച വാൾട്ടർ ഒരു ദിവസം ഗ്രച്ചന്റെ വീട്ടിൽ അവധി ആഘോഷിക്കാൻ പോയി. അവിടെ വെച്ചാണ് ഗ്രച്ചന്റെ കുടുംബം വലിയ പണക്കാരാണെന്ന് വാൾട്ടർ തിരിച്ചറിയുന്നത്. ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്നും വന്ന വാൾട്ടറിന് അവരുടെ ഇടയിൽ താൻ ഒന്നുമല്ലെന്ന ഒരു തോന്നലുണ്ടായി. വളരെയധികം ഈഗോയുള്ള വാൾട്ടറിന് അവർക്കിടയിലുള്ള പണത്തിന്റെ അന്തരം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതോടെ ഒരു വലിയ അപകർഷതാബോധം വാൾട്ടറിനെ വേട്ടയാടി. ഗ്രച്ചൻ പണക്കാരിയായത് അവളുടെ തെറ്റല്ലെങ്കിലും അവളുടെ പണത്തിനു മുന്നിൽ തന്റെ വില കുറഞ്ഞു പോകുമോ എന്ന് ഭയന്ന വാൾട്ടർ ഗ്രച്ചനുമായുള്ള ബന്ധം യാതൊരു കാരണവും പറയാതെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതിനുശേഷം ഗ്രേ മാറ്റർ കമ്പനിയിലുള്ള തന്റെ പകുതി ഓഹരി വെറും $5000 അയാൾ ഏലിയറ്റിന് വിറ്റ ശേഷം വാൾട്ടർ ആ കമ്പനിയിൽ നിന്നും പൂർണ്ണമായി പുറത്തു വന്നു. വാൾട്ടർ പോയതിനു ശേഷം ഏലിയറ്റും ഗ്രച്ചനും തമ്മിൽ പ്രണയത്തിലാവുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു. വാൾട്ടറിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ കെമിക്കൽ ഫോമുലകളും ഗവേഷണങ്ങളും ഉപയോഗിച്ച് ഏലിയറ്റ് ഗ്രേ മാറ്റർ കമ്പനിയെ കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റി. എന്നാൽ ലോകം അറിയേണ്ടിയിരുന്ന മികച്ച സയന്റിസ്റ്റ് ആകേണ്ട വാൾട്ടർ ഒരു സാധാരണ ഹൈസ്കൂൾ കെമിസ്ട്രി ടീച്ചറായി കുടുംബം പോറ്റാൻ പാർട്ട് ടൈമായി കാർ കഴുകുന്ന ജോലി വരെ ചെയ്ത് ജീവിച്ചു. തന്റെ ബുദ്ധി കൊണ്ട് താൻ നേടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയും പ്രശസ്തിയുമാണ് തന്റെ ഈഗോ കാരണം നഷ്ടപ്പെട്ടതെന്ന ചിന്ത വാൾട്ടറിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. തന്റെ കഴിവ് ഉപയോഗിച്ച് മറ്റൊരാൾ കോടീശ്വരനായല്ലോ എന്ന വലിയ നിരാശയും ദേഷ്യവും വാൾട്ടറിനെ എന്നും വേട്ടയാടിയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട അവർ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ കമ്പനി ഈയിടെ കൈവരിച്ച വിജയങ്ങൾക്കെല്ലാം വാൾട്ടർ അവരെ അഭിനന്ദിച്ചു. ഏലിയറ്റിന്റെ ബംഗ്ലാവും പരിസരവും നടന്നു കാണുന്ന വാൾട്ടറിന്റെ ഉള്ളിൽ ഇതെല്ലാം താനും കൂടി അനുഭവിക്കേണ്ടതായിരുന്നു എന്ന ഒരു തോന്നലുണ്ടായിരുന്നു. വിരുന്നിനിടെ എല്ലാവരും കൊടുത്ത സമ്മാനങ്ങൾ അവിടെ വെച്ച് തന്നെ തുറക്കുന്ന ഗ്രച്ചനും ഏലിയറ്റും വാൾട്ടർ നൽകിയ ആ ചെറിയ സമ്മാനവും തുറന്നു നോക്കി. എല്ലാവരും വലിയ സമ്മാനങ്ങൾ നൽകിയപ്പോൾ താൻ മാത്രം ഒരു ചെറിയ പൊതി നൽകിയതിൽ വാൾട്ടറിന്റെ ഉള്ളിൽ ഒരു ചമ്മലുണ്ടായിരുന്നു. കോളേജ് പഠനകാലത്ത് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ചിലവ് ചുരുക്കാൻ വില കുറഞ്ഞ ന്യൂഡിൽസ് മാത്രമായിരുന്നു ഏലിയറ്റും വാൾട്ടറും കഴിച്ചിരുന്നത്. അതേ ന്യൂഡിൽസിന്റെ ഒരു പാക്കറ്റായിരുന്നു വാൾട്ടർ നൽകിയ സമ്മാനം. അത് കാണുന്ന ഏലിയറ്റ് വളരെ സന്തോഷത്തോടെ ആ പഴയ കാലം ഓർത്തെടുക്കുകയും വാൾട്ടറിന് നന്ദി പറയുകയും ചെയ്തു. ശേഷം അവർ തമ്മിൽ പഴയ ഓർമ്മകൾ പലതും പങ്കുവെക്കുന്നതിനിടയിൽ കമ്പനിയിലേക്ക് തിരിച്ചുവരാൻ വാൾട്ടറിനോട് ആവശ്യപ്പെടുന്ന ഏലിയറ്റ് കമ്പനിയിലെ ഏറ്റവും മികച്ച ഒരു പൊസിഷനും വലിയ ശമ്പളവും വാൾട്ടറിന് വാഗ്ദാനം ചെയ്തു. സ്നേഹപൂർവ്വം അത് നിരസിക്കാൻ വാൾട്ടർ ശ്രമിക്കുന്നതിനിടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുണ്ടെന്നും നിന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഞാൻ സഹായിക്കാമെന്നും ഏലിയറ്റ് പറഞ്ഞു. അതോടെ സ്കൈലർ എല്ലാം ഏലിയറ്റിനോട് പറഞ്ഞുവെന്നും അതിനുവേണ്ടിയാണ് തന്നെ നിർബന്ധിച്ച് ഈ പരിപാടിക്ക് അവൾ കൊണ്ടുവന്നതെന്നും വാൾട്ടറിന് മനസ്സിലായി. തൽക്കാലം അതിന്റെ ആവശ്യമില്ലെന്ന് സ്നേഹത്തോടെ ഏലിയറ്റിനോട് പറയുന്ന വാൾട്ടർ നേരെ പോയത് സ്കൈലറിന്റെ അടുത്തേക്കാണ്. തന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അവനോട് പറഞ്ഞതിൽ കടുത്ത ദേഷ്യം തോന്നിയ വാൾട്ടർ അവളുമായി തർക്കിച്ചു. ചികിത്സയ്ക്ക് ഒരു വലിയ തുക ആവശ്യമായ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് ആ സഹായം സ്വീകരിച്ചുകൂടാ എന്നൊക്കെ സ്കൈലർ ചോദിച്ചെങ്കിലും വാൾട്ടർ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതേസമയം മയക്കുമരുന്നിന്റെ ഉപയോഗവും അതിന്റെ വിൽപ്പനയുമൊക്കെ ഉപേക്ഷിച്ച് മാന്യമായി ജീവിക്കാൻ തീരുമാനിച്ച ജെസ്സി ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. പത്രത്തിൽ ഒരു പരസ്യം കണ്ട് ഒരു ബാങ്കിൽ സെയിൽസ്മാന്റെ ജോലിക്കായി ജെസ്സി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ആവശ്യത്തിന് എക്സ്പീരിയൻസും ഡിഗ്രിയും ഇല്ലാത്തതിനാൽ അവർ അവന് നൽകിയത് റോഡിൽ നിന്ന് കസ്റ്റമറെ ബാങ്കിലേക്ക് വിളിച്ചു കയറ്റാനുള്ള ജോലിയാണ്. അതിന് തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് നിരാശയോടെ പുറത്തിറങ്ങുന്ന ജെസ്സി കാണുന്നത് അതേ ബാങ്കിന്റെ മുന്നിൽ പരസ്യബോർഡും പിടിച്ച് ജോലി ചെയ്യുന്ന തന്റെ പഴയ സുഹൃത്തായ ബാഡ്ജറിനെയാണ്. ബാഡ്ജറും ജെസ്സിയും ഒരുമിച്ച് മെത്തടിച്ചിരുന്ന സുഹൃത്തുക്കളാണ്. പണത്തിനു വേണ്ടിയും വീട്ടുകാരെ ബോധിപ്പിക്കാനുമാണ് താനിപ്പോൾ ഈ ജോലി ചെയ്യുന്നതെന്ന് പറയുന്ന ബാഡ്ജർ കുറച്ച് മെത്ത് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ജെസ്സിയോട് ചോദിച്ചു. താൻ അതെല്ലാം
വിട്ട് ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജെസ്സി മറുപടി പറഞ്ഞെങ്കിലും ആവശ്യത്തിന് എക്സ്പീരിയൻസോ യോഗ്യതയോ ഇല്ലാത്തതിനാൽ എത്രയൊക്കെ മാന്യമായി ജീവിക്കാൻ ശ്രമിച്ചാലും ബാഡ്ജർ ചെയ്യുന്നതുപോലുള്ള ഒരു കോമാളി വേഷത്തിന്റെ ജോലിയെ തനിക്ക് കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് ജെസ്സി മനസ്സിലാക്കിയിരുന്നു. നിനക്ക് മെത്തുണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും തുടങ്ങാമെന്നും തന്റെ കയ്യിൽ നല്ല ഡീലേഴ്സ് ഉണ്ടെന്നും ബാഡ്ജർ പറഞ്ഞതോടെ ജീവിതകാലം മുഴുവൻ ഒരു കോമാളി വേഷം കെട്ടി നടക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കഴിവുപയോഗിച്ച് പണമുണ്ടാക്കുന്നതാണെന്നുറപ്പിച്ച ജെസ്സി അവനോട് നാളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം മെത്തുണ്ടാക്കാനുള്ള കെമിക്കലുകളും മറ്റുമായി ബാഡ്ജർ ജെസ്സിയുടെ വീട്ടിലെത്തി. അവിടെ നിന്നും വാനുമെടുത്ത് അവർ നേരെ നഗരത്തിനു പുറത്തുള്ള മരുഭൂമിയിലേക്ക് പോയി. മെത്തുണ്ടാക്കാനായി അവൻ കൊണ്ടുവന്ന സ്യൂഡോ എഫിഡ്രിൻ എന്ന ഗുളികകളുടെ പെട്ടികൾ ബാഡ്ജർ ജെസ്സിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. തന്റെ ജോലി ഭംഗിയായി ചെയ്തതിന്റെ അഹങ്കാരവും സന്തോഷവും അവന്റെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ വാൾട്ടർ വൈറ്റ് എന്ന പ്രതിഭയോടൊപ്പമുള്ള കുറച്ചുകാലത്തെ ജീവിതം ജെസ്സിയുടെ പാചക രീതികളും ചിന്തകളും ആകെ മാറ്റിമറിച്ചിരുന്നു. പഴയതുപോലെ യാതൊരു ചിട്ടയുമില്ലാതെ കിട്ടുന്ന പാത്രങ്ങളിൽ ക്വാളിറ്റി ഇല്ലാതെ മെത്തുണ്ടാക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. വാൾട്ടർ ഉപയോഗിച്ചിരുന്ന സുരക്ഷാ സജ്ജീകരണങ്ങളും മാസ്കും ധരിച്ച് ഒരു തികഞ്ഞ പ്രൊഫഷണൽ മെത്ത് കുക്കായി ജെസ്സി ജോലികൾ ആരംഭിച്ചു. ജെസ്സിയുടെ ഈ പുതിയ രീതികളൊക്കെ കാണുന്ന ബാഡ്ജർ അവനെ കളിയാക്കുകയാണ് ചെയ്തത്. അവൻ അവിടെ ഇരുന്ന് ചിപ്സ് തിന്നും പാട്ടുപാടിയും സമയം കളഞ്ഞു. താൻ ഉണ്ടാക്കാൻ പോകുന്ന മെത്ത് വാൾട്ടർ ഉണ്ടാക്കിയതുപോലെ മികച്ചതാവണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ജെസ്സി കൃത്യമായ അളവുകളും ആവശ്യമായ പാത്രങ്ങളും മാത്രം ഉപയോഗിച്ച് ഒട്ടും മായം കലരാത്ത രീതിയിൽ പാചകം ആരംഭിച്ചു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ മെത്തുണ്ടാക്കിയെടുത്തു. ടേബിളിൽ ഇരിക്കുന്ന ആ പുതിയ മെത്ത് കണ്ട് ബാഡ്ജർ അത്ഭുതപ്പെട്ടു. അവനെ സംബന്ധിച്ച് അത്രയും മികച്ച മെത്ത് അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊരു മാസ്റ്റർ പീസ് ആണെന്ന് ബാഡ്ജർ ജെസ്സിയെ അഭിനന്ദിച്ചു. എന്നാൽ ജെസ്സിക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൻ ആ മെത്തിന്റെ ഒരു കഷ്ണം കയ്യിലെടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കി. അതിൽ ചെറിയൊരു മങ്ങൽ അവന് കാണാൻ കഴിഞ്ഞു. അത്യാവശ്യം നല്ല മെത്ത് തന്നെ ആയിരുന്നു അതെങ്കിലും വാൾട്ടർ ഉണ്ടാക്കിയ ആ ക്രിസ്റ്റൽ ക്ലിയറായ ഗ്ലാസ് പോലെയുള്ള മെത്തിന്റെ പെർഫെക്ഷൻ അതിനില്ലായിരുന്നു. അടുത്ത നിമിഷം ബാഡ്ജർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ജെസ്സി ചെയ്തത്. ആ മെത്ത് മുഴുവൻ എടുത്ത് പുറത്തേക്ക് പോയ ജെസ്സി അതെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞു. അവനെ തടയാൻ ശ്രമിച്ച ബാഡ്ജറിനോട് ഇതിലും നല്ലത് നമുക്കുണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ അടുത്ത ബാച്ച് പാചകം ചെയ്തു. എന്നാൽ അതും വാൾട്ടറിന്റെ മെത്തിന്റെ ക്വാളിറ്റിയിൽ എത്താത്തതിനാൽ ജെസ്സി അത് കളയാൻ തീരുമാനിച്ചപ്പോൾ ബാഡ്ജർ അവനെ തടഞ്ഞു. അതോടെ ഏറ്റവും മികച്ച മെത്ത് മാത്രമേ താൻ മാർക്കറ്റിൽ വിൽക്കുകയുള്ളൂ എന്ന നിർബന്ധമുണ്ടായിരുന്ന ജെസ്സിയും ക്വാളിറ്റി മോശമായാലും വാങ്ങാൻ ആളുണ്ടെന്ന് പറയുന്ന ബാഡ്ജറും തമ്മിൽ അവിടെ പൊരിഞ്ഞ അടി നടന്നു. ഒടുവിൽ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ജെസ്സി ബാഡ്ജറിനെ മരുഭൂമിയിൽ തള്ളിയിട്ട് വാനുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതേസമയം വാൾട്ടറിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും വാൾട്ടറിന്റെ ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ സ്കൈലർ ശ്രമിക്കുമ്പോൾ വാൾട്ടർ അതിനൊന്നും താല്പര്യം കാണിക്കാത്തതും കിട്ടിയ സഹായങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതും അവളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇതേക്കുറിച്ച് ഹാങ്കിനോടും മേരിയോടും സംസാരിക്കുന്ന സ്കൈലർ അടുത്ത ദിവസം എല്ലാവരും ഒത്തുചേർന്ന് വാൾട്ടറിന്റെ തീരുമാനം എന്താണെന്ന് അറിയണമെന്നും എങ്ങനെയെങ്കിലും വാൾട്ടറിനെ ചികിത്സയ്ക്ക് പോകാൻ സമ്മതിപ്പിക്കണമെന്നും പറഞ്ഞു. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് വാൾട്ടർ വീട്ടിലെത്തിയപ്പോൾ ഹാങ്കും മേരിയും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന ശേഷം ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ക്യാൻസർ ചികിത്സയ്ക്ക് സഹകരിക്കാതെ ആരുടെ കയ്യിൽ നിന്നും സഹായം സ്വീകരിക്കാൻ തയ്യാറാകാതെ മരണത്തിന് കീഴടങ്ങാനുള്ള വാൾട്ടറിന്റെ തീരുമാനത്തെ തീർത്തും എതിർക്കുന്ന സ്കൈലർ വാൾട്ടർ എല്ലാവരെയും വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്കൈലറിന് ശേഷം സംസാരിക്കുന്ന വാൾട്ടറിന്റെ മകൻ വളരെ വിഷമത്തോടെയാണ് സംസാരിച്ചത്. ജന്മനാ നടക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ള എന്നെ നിങ്ങൾ ചികിത്സിക്കാതെ മരിക്കാൻ വിട്ടില്ലല്ലോ എന്ന് അച്ഛനോട് ചോദിക്കുന്ന അവൻ നിങ്ങളൊരു ഭീരുവാണെന്നും ഇത്രയും നാൾ ഈ അസുഖം കാരണം ഞാൻ അനുഭവിച്ച വേദന ഇതിലും വലുതാണെന്നും വാൾട്ടറിനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ വാൾട്ടറിനെ ഇങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ലെന്നും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അയാൾക്ക് അവകാശമുണ്ടെന്നും പറയുന്ന മേരി ചികിത്സ കാരണം ഉണ്ടാകുന്ന വലിയ വേദനകൾ സഹിച്ച് ജീവിക്കുന്നതിലും നല്ലത് ബാക്കിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നതാണെന്ന് പറഞ്ഞു. വാൾട്ടറിനെ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ മേരിയുടെ വാക്കുകൾ സ്കൈലറിനെ ഞെട്ടിച്ചു കളഞ്ഞു. മേരിയുടെ ഈ അഭിപ്രായത്തെ ഹാങ്കും പിന്തുണച്ചതോടെ സ്കൈലറിന്റെ നിയന്ത്രണം വിട്ടു. അവർ തമ്മിൽ അവിടെ ഒരു വലിയ വഴക്ക് തന്നെ നടന്നു. ഇതിനിടയിൽ എല്ലാവരോടും നിശബ്ദരാകാൻ പറയുന്ന വാൾട്ടർ സംസാരിക്കാൻ മുന്നോട്ട് വന്നു. ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാൻ എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് പോലും തീരുമാനിച്ചത് ആരൊക്കെയോ ചേർന്നാണ്. അധികകാലം ഇനി ജീവിക്കില്ല എന്നുറപ്പായ സ്ഥിതിക്ക് ഇനിയെങ്കിലും സ്വന്തമായ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് എന്റെ തീരുമാനം. ചികിത്സയുടെ പേരിൽ ആശുപത്രി കിടക്കയിൽ സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ ഭാരമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാൾട്ടറിന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ എല്ലാവരും നിശബ്ദരായി. വാൾട്ടർ ചികിത്സയ്ക്ക് തയ്യാറല്ല എന്നുറപ്പായതോടെ എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു.
അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന വാൾട്ടറിന്റെ മനസ്സ് മുഴുവൻ ജനിക്കാൻ പോകുന്ന നമ്മുടെ മകൾ വളർന്നു വലുതാകുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് തലേ ദിവസം സ്കൈലർ ചോദിച്ച ചോദ്യമായിരുന്നു. ഒടുവിൽ തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ചികിത്സ തുടങ്ങാൻ തീരുമാനിച്ച വാൾട്ടർ ഈ വിവരം സ്കൈലറിനോട് നേരിട്ട് പറഞ്ഞു. ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമുള്ള വിഷയം അപ്പോഴും വാൾട്ടറിനെ അലട്ടിയിരുന്നു. ഇത്രയും വലിയ തുക ചിലവഴിച്ചിട്ടും താൻ മരിച്ചാൽ കുടുംബം കടക്കണിയിലാകുമെന്ന് കരുതിയിട്ടായിരുന്നു വാൾട്ടർ ചികിത്സ നിരസിച്ചത്. അങ്ങനെ ഹോസ്പിറ്റലിലെ പ്രാഥമിക ചെക്കപ്പുകളും ചികിത്സയുടെ ആദ്യഘട്ടവും കഴിഞ്ഞ ശേഷം വാൾട്ടർ നേരെ പോയത് ജെസ്സിയുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിയിൽ വാൾട്ടറിന് തന്റെ പഴയ കാമുകിയും ഏലിയറ്റിന്റെ ഭാര്യയുമായ ഗ്രച്ചന്റെ കോൾ വന്നു. ഏലിയറ്റിൽ നിന്നും വാൾട്ടറിന് ക്യാൻസർ ആണെന്ന വിവരം അറിഞ്ഞാണ് അവൾ വിളിച്ചത്. വളരെ വിഷമത്തോടെ അവനോട് സംസാരിച്ച അവൾ എന്ത് സഹായവും ചെയ്യാൻ അവർ തയ്യാറാണെന്നും മുഴുവൻ ചികിത്സാ ചിലവുകളും അവർ വഹിക്കാമെന്നും പറഞ്ഞെങ്കിലും വാൾട്ടർ നല്ല രീതിയിൽ അതെല്ലാം നിരസിച്ചു. ശേഷം തന്റെ വീട്ടിലേക്ക് കയറി വന്ന വാൾട്ടറെ കാണുന്ന ജെസ്സി ശരിക്കും ഞെട്ടി. ബാഡ്ജറുമായി ഉണ്ടായ വഴക്കിന് ശേഷം വാനും സാധനങ്ങളും ക്ലീൻ ചെയ്യുകയായിരുന്നു ജെസ്സി. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വാൾട്ടറിനോട് ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. ചെറിയൊരു ജാള്യതയോടെ വാൾട്ടർ അവനോട് ചോദിച്ചു, നമുക്ക് വീണ്ടും തുടങ്ങിയാലോ?